ഞാൻ എല്ലാവർക്കും നല്ലതേ ചെയ്തിട്ടുള്ളൂ. അറിഞ്ഞുകൊണ്ട് ഞാൻ ആരുടെയും ഒരു ദ്രോഹം അല്ലെങ്കിൽ തിന്മ ആഗ്രഹിച്ചിട്ടില്ല. എന്നിട്ടും എല്ലാവരും എന്തുകൊണ്ടാണ് എന്നെ അവഗണിക്കുന്നത്? ഈ ചോദ്യം പൊതുവിൽ ഭൂരിഭാഗം ആളുകളുടെയും മനസ്സിൽ ഉണ്ടാവാറുണ്ട്. ഒരു സത്യം പറയാം, നല്ല ആളുകളെ അവഗണിക്കുന്നത് അവർ വില കുറഞ്ഞവരായതുകൊണ്ടല്ല, മറിച്ച് അവരേത് സമയവും ലഭ്യമായതുകൊണ്ടാണ്. അതെ, അവൈലബിലിറ്റി. നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു സാധനം, അതിന് നമുക്ക് വിലയുണ്ടാവില്ല. കേട്ടിട്ടില്ലേ, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്നുള്ളത്? അത് നഷ്ടപ്പെടണം, അപ്പോഴാണ് കാഴ്ചയുടെ വില അറിയുള്ളൂ. അതുപോലെ തന്നെയാണ്. കാരണം ഈ പറയുന്ന നല്ല ആളുകൾ അവരൊരു പരിധികളും വെക്കാറില്ല, ഒരു നിബന്ധനകളും വെക്കാറില്ല. എപ്പോഴും യെസ് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് മറ്റുള്ളവർ എന്ത് വിചാരിക്കും? ആ, ഇവനെ എനിക്ക് എപ്പോഴും കിട്ടും, അല്ലെങ്കിൽ ഇവളെ എനിക്ക് എപ്പോഴും കിട്ടും, ഇവരൊരിക്കലും നോ പറയില്ല എന്നുള്ളത്. സോ ഇവരെ അവഗണിച്ചാലും പ്രശ്നമില്ല, അവർ നാളെ വീണ്ടും വന്നോളൂ. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിൻ്റെ അർത്ഥം ഒരാൾക്ക് നന്മ ചെയ്യുന്നത് തെറ്റാണ് എന്നല്ല പറഞ്ഞു വരുന്നത്, അല്ലെങ്കിൽ പ്രശ്നമാണ് എന്നുമല്ല പറഞ്ഞു വരുന്നത്. പക്ഷേ ചില ബൗണ്ടറീസ് നമ്മൾ എപ്പോഴും വെക്കണം, ചില അതിർവരമ്പുകൾ, ചില നിബന്ധനകൾ നമ്മൾ എപ്പോഴും വെക്കണം. ഒരാൾക്കും നമ്മൾ അമിതമായിട്ട് ലഭ്യമാക്കരുത്. എത്രത്തോളം നമ്മൾ അവൈലബിൾ ആവുന്നോ അത്രത്തോളം നമ്മുടെ റെസ്പെക്റ്റും കുറഞ്ഞു പോകും. നിശബ്ദത, സൈലൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ അത് സ്നേഹം കൊണ്ടായിരിക്കാം, മറ്റു ചിലപ്പോൾ അത് സ്നേഹമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. സോ ബി ലെസ് അവൈലബിൾ.